നമസ്കാരം. സംസ്ഥാനത്ത് മോട്ടോർ വാഹന വകുപ്പിന്റെ ചെക്ക് പോസ്റ്റുകൾ നിർത്തലാക്കാനുള്ള നീക്കം നടക്കുകയാണ്. ചെക്ക് പോസ്റ്റ് വഴി വ്യാപകമായ കൈക്കൂലി വാങ്ങുകയെന്ന വിജിലൻസ് കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ആലോചന. GST വകുപ്പുമായി സഹകരിച്ചുകൊണ്ടുള്ള പുതിയ പരിശോധനയ്ക്കുള്ള ശുപാർശ ഗതാഗത കമ്മീഷണർ സർക്കാരിന് സമർപ്പിക്കും. GST നടപ്പാക്കിയതോടെ ചെക്ക് പോസ്റ്റുകൾ നിർത്തലാക്കണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നേരത്തെയുണ്ടായിരുന്നു. എന്നാൽ രാജ്യത്ത് ചുരുക്കം ചില സംസ്ഥാനങ്ങളാണ് ചെക്ക് പോസ്റ്റുകൾ നിർത്തലാക്കിയത്. കേരളത്തിൽ GST വകുപ്പാണ് ചെക്ക് പോസ്റ്റുകൾ നിർത്തലാക്കിയത്. മോട്ടോർ വാഹന വകുപ്പിന്റെ 20 ചെക്ക് പോസ്റ്റുകളും ഇപ്പോഴും തുടരുകയാണ്. കാസർഗോഡ് പെർള മുതൽ തിരുവനന്തപുരം അമരവിള വരെ കേരളത്തിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ 20 ചെക്ക് പോസ്റ്റുകൾ പ്രവർത്തിക്കുന്നു. ഓൺലൈൻ വഴി ടാക്സ് പെർമിറ്റ് അടച്ച് പ്രവേശിച്ചാലും വാഹന ഡ്രൈവർമാർ രേഖകൾ പ്രിന്റ് ഔട്ട് എടുത്ത ചെക്ക് പോസ്റ്റുകൾ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിക്കണമെന്ന് 2021 ജൂൺ 16 ഉത്തരവിറക്കിയിരുന്നു. ഇതേ തുടർന്നാണ് ചെക്ക് പോസ്റ്റുകൾ അവസാനിപ്പിക്കാതെ നേരിട്ടുള്ള പരിശോധന തുടരുന്നത്. ഈ ഉത്തരവ് ചെക്ക് പോസ്റ്റിലെ കൈക്കൂലിക്ക് ഇപ്പോഴും കാരണമാകുന്നുവെന്ന ആക്ഷേപവുമുണ്ട്. കഴിഞ്ഞ ദിവസം പാലക്കാട് ജില്ലയിലെ മോട്ടോർ വാഹന വകുപ്പ് ചെക്ക് പോസ്റ്റിൽ നടത്തിയ പരിശോധനയിൽ ലക്ഷക്കണക്കിന് രൂപയുടെ കൈക്കൂലിയാണ് പിടികൂടിയത്. 10 രാത്രി 11 മുതൽ 11 പുലർച്ചെ 3 വരെ നടത്തിയ മിന്നൽ പരിശോധനയിൽ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് അമിതഭാരം കയറ്റിവരുന്ന ചരക്കു വാഹനങ്ങൾ, കരിങ്കൽ ഉൽപ്പന്നങ്ങൾ, കന്നുകാലികൾ എന്നിവ കയറ്റിവരുന്ന വാഹനങ്ങൾ, ശബരിമല തീർത്ഥാടകരുടെ വാഹനങ്ങൾ എന്നിവരിൽ നിന്ന് ചെക്ക് പോസ്റ്റിൽ ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങുന്നതായി കണ്ടെത്തിയിരുന്നു. കൈക്കൂലിയായി ഡ്രൈവർമാർ നൽകിയ 1,49,490 രൂപ വിജിലൻസ് പിടിച്ചെടുക്കുകയും ചെയ്തു. പാലക്കാട് ജില്ലാ അതിർത്തിയിലെ വിവിധ മോട്ടോർ വാഹന ചെക്ക് പോസ്റ്റുകൾ വഴി അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് അമിതഭാരം കയറ്റിവരുന്ന ചരക്കു വാഹനങ്ങളിൽ നിന്നും, കരിങ്കൽ ഉൽപ്പന്നങ്ങൾ, കന്നുകാലികൾ എന്നിവ കയറ്റിവരുന്ന വാഹനങ്ങളിൽ നിന്നും, ശബരിമല തീർത്ഥാടകരുടെ വാഹനങ്ങളിൽ നിന്നുമായി ചെക്ക് പോസ്റ്റിലെ ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങി പരിശോധന കൂടാതെ വാഹനങ്ങൾ കടത്തിവിടുന്നതായി വിജിലൻസ് ഡയറക്ടർക്ക് ലഭിച്ച രഹസ്യ വിവരം ആയിരുന്നു ഇതിനെല്ലാം കാരണം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പാലക്കാട് വിജിലൻസ് യൂണിറ്റ് അതിർത്തിയിലെ വിവിധ മോട്ടോർ വാഹന ചെക്ക് പോസ്റ്റുകളിൽ നടത്തിയ മിന്നൽ പരിശോധനയിൽ വാളയാർ ഇൻ മോട്ടോർ വാഹന ചെക്ക് പോസ്റ്റിൽ നിന്നും 9,650 രൂപയും, വാളയാർ ഔട്ട് മോട്ടോർ വാഹന ചെക്ക് പോസ്റ്റിൽ നിന്നും 29,000 രൂപയും, ഗോപാലപുരം മോട്ടോർ വാഹന ചെക്ക് പോസ്റ്റിൽ നിന്നും 15,650 രൂപയും, ഗോവിന്ദാപുരം മോട്ടോർ വാഹന ചെക്ക് പോസ്റ്റിൽ നിന്നും 10,140 രൂപയും, മീനാക്ഷിപുരം മോട്ടോർ വാഹന ചെക്ക് പോസ്റ്റിൽ നിന്നും 4,050 രൂപയും ഉൾപ്പെടെ ആകെ 1,49,490 രൂപ വിജിലൻസ് പിടിച്ചെടുക്കുകയായിരുന്നു. ചെക്ക് പോസ്റ്റ് മാറ്റുന്നതിനായി ആന്റണി രാജു ഗതാഗത മന്ത്രിയായിരിക്കുമ്പോഴേ ചർച്ചകൾ തുടങ്ങിയെങ്കിലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുള്ള എതിർപ്പിനെ തുടർന്ന് മാറ്റുകയായിരുന്നു. എന്നാൽ വകുപ്പിന് തന്നെ നാണക്കേടായി കൈക്കൂലി തുടരുന്ന സാഹചര്യത്തിലാണ് ചെക്ക് പോസ്റ്റുകൾ മാറ്റുന്നത്. എല്ലാ ചെക്ക് പോസ്റ്റുകളിലും AI ക്യാമറകളുണ്ട്. ഈ ക്യാമറകൾ വഴി എല്ലാ വാഹനങ്ങളുടെ നമ്പറുകൾ മോട്ടോർ വാഹന വകുപ്പിനും ലഭിക്കാത്ത രീതിയിൽ മൊഡ്യൂൾ ക്രമീകരിക്കും. പരിവാഹന വഴി ഇതിനുള്ള സൗകര്യം ഒരുക്കാനുള്ള ശുപാർശയാണ് മോട്ടോർ വാഹന വകുപ്പ് തയ്യാറാക്കുന്നത്. വാഹന നമ്പറുകൾ അനുസരിച്ച് ഓൺലൈൻ പരിശോധന നടത്തിയാൽ നികുതി അടച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാൻ സാധിക്കും. നികുതി അടയ്ക്കാതെ വാഹനങ്ങളെ വഴിയിൽ തടഞ്ഞ് പരിശോധന നടത്താനും നികുതിയില്ലെങ്കിൽ പിഴ വാങ്ങാനുമുള്ള രീതിയിൽ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കാനാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ കൊഹ്ന, Coalition of Hindus of North America, EduBix, Online Executive Education, Focus, Physiotherapy Center, Pattam, Unnat Engineering, Gujarat, Tirthayatra.com, Iron Build, Gujarat. Powered by Jyotis, Realizing Your Dream Home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.